അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡൈനാമോമീറ്റേഴ്സ് ആണ്. ഡൈനാമോമീറ്റേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോഴ്സ്, ടോർക്ക്, ഈ മെഷർമെൻറ്റ് സെക്ഷനിൽ വരുന്ന ട്രാൻസ്ഡ്യൂസേഴ്സിനെ കുറിച്ച് പഠിച്ച ഒരു സെക്ഷനിൽ വരുന്നത് തന്നെയാണ്. ഡൈനാമോമീറ്റേഴ്സ് നോർമലി യൂസ് ചെയ്യുന്ന ഫോഴ്സ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടോർക്ക്. ഇതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈനാമോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് നമ്മളതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് സ്പോർട്സ് സൈഡൊക്കെയാണ്. അല്ലെങ്കിൽ ഒരു കാറിൻ്റെ ടയറിൻ്റെ ഫ്രിക്ഷൻ ബേസ് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സൈക്കിളിൻ്റെ അതിൻ്റെ ഫ്രിക്ഷൻ ബേസ് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അങ്ങനെ സ്പോർട്സ് സെക്ഷനിൽ നമ്മൾ കൂടുതലായിട്ട് ഡൈനാമോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ ഡൈനാമോമീറ്റേഴ്സ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ട് ടൈപ്പിലാണുള്ളത്, അബ്സോർപ്ഷൻ ടൈപ്പും ട്രാൻസ്മിഷൻ ടൈപ്പും. അബ്സോർപ്ഷൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഫ്രിക്ഷൻ കാരണം ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെ അബ്സോർബ് ചെയ്തിട്ട് അതിനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫ്രിക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് വരുന്ന പവറിനെ അബ്സോർബ് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്ത് ഹീറ്റാക്കുമ്പോഴാണ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റ് നടക്കുന്നത്. ഈ അബ്സോർപ്ഷൻ ടൈപ്പ് 2-3 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്ന് പ്രോണി ബ്രേക്ക് അബ്സോർപ്ഷൻ ടൈപ്പ്, പിന്നെ റോപ്പ് ബ്രേക്ക് അബ്സോർപ്ഷൻ ടൈപ്പ്. അതേപോലെ തന്നെ വേറൊന്നും കൂടി ഉണ്ട്, ഹൈഡ്രോളിക് ഡൈനാമോമീറ്റർ എന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിൽ അബ്സോർപ്ഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ ട്രാൻസ്മിഷൻ ഡൈനാമോമീറ്റേഴ്സ് ഉണ്ട്. ഇത് സെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ അബ്സോർപ്ഷനിൽ ഫ്രിക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ, ഇവിടെ ഫ്രിക്ഷന് വേണ്ടിയിട്ടല്ല എനർജി ഈസ് നോട്ട് ഫ്രിക്ഷനെ ബേസ് ചെയ്തിട്ടല്ല ഇവിടെ എനർജി വരുന്നത്. ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് എനർജി വരുന്നത്. അതായത് നമ്മൾ ഈ ഡൈനാമോമീറ്ററിനെ ഏതെന്നാണോ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ളത് അതുമായിട്ട് ഈ ഡൈനാമോമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഈ ഡൈനാമോമീറ്റർ വഴി പാസ് ചെയ്തിട്ട് അതിന് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോഴാണ് ഇവിടെ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ ഫ്രിക്ഷൻ ത്രൂ ആയിരുന്നു ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തെന്ന് വെച്ചെങ്കിൽ, ഇവിടെ ആ പവർ ഡൈനാമോമീറ്റർ ത്രൂ പാസ് ചെയ്ത് പോകുമ്പോഴാണ് ആ കാൽക്കുലേഷൻ നടക്കുന്നത്. ട്രാൻസ്മിഷൻ നടക്കുമ്പോഴാണ് അത് കാൽക്കുലേഷൻ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതും പവർ പാസ് ചെയ്യുമ്പോൾ പവർ കൺവേർട്ടായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ആകുമ്പോൾ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിൽ 2 ടൈപ്പിൽ നിന്നും ഓരോ ടൈപ്പാണ് നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പ്രോണി ബ്രേക്ക് ഡൈനാമോമീറ്ററും അടുത്തത് ബെൽറ്റ് ട്രാൻസ്മിഷൻ ഡൈനാമോമീറ്ററുമാണ് പഠിക്കാനുള്ളത്. അതിൽ പ്രോണി ബ്രേക്കിൻ്റെ ഡയഗ്രാമാണ് ഈ തന്നിരിക്കുന്നത്. അതിനകത്ത് 2 വുഡൻ ബ്ലോക്ക് ഉണ്ട്. അതിൽ ആ 2 വുഡൻ ബ്ലോക്കിനും ചേർത്തിട്ട് ഒരു പുള്ളി കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2 ബ്ലോക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നട്ടും ബോൾട്ടും വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ഹെറിക്കൽ സ്പ്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലോങ് ലിവർ ഇതിനകത്തുണ്ട്. പിന്നെ അതിനകത്ത് അതുമാതിരി ഒരു കൗണ്ടർ വെയിറ്റ്, അത് നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് അതിനകത്ത് വേറെ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കൗണ്ടർ വെയിറ്റ് ഉണ്ട്. അതുപോലെ നമ്മൾ മൂവ് ചെയ്യിക്കുന്ന കറക്റ്റ് ആ സമയത്ത് നമുക്ക് വെയിറ്റ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതേമാതിരി 2 എൻഡ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എസ് എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന വെയിറ്റിനെ W എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ വരികയാണ്. അപ്പോൾ ഫ്രിക്ഷൻ വരുന്ന സമയത്ത് ആണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ലിവറിലേക്ക് നമ്മൾ ലോഡ് ചെയ്യുന്നത്. ലിവറിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് എത്ര വെയിറ്റ് ആണോ വേണ്ടത് നമ്മൾ ലോഡ് ചെയ്യുന്നു. അങ്ങനെ ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ മുകളിലുള്ള നട്ടും ബോൾട്ടും നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് ആ വെയിറ്റ് കാരണം ആ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റൺ ചെയ്യുമ്പോൾ പല സ്പീഡായിരിക്കും. അപ്പോൾ അത് പ്രോപ്പർ കോൺസ്റ്റൻറ്റ് സ്പീഡ് ആവുന്നവരെ ആ നട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്ത് സ്ട്രോങ് ആക്കും. അപ്പോൾ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഷാഫ്റ്റിൽ അതിൻ്റെ റണ്ണിങ് കോൺസ്റ്റൻറ്റ് സ്പീഡിലും ആയി മാറണം. അതേപോലെ അതിൻ്റെ ലിവർ, നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ആ വെയിറ്റ് നമ്മൾ തൂക്കുന്ന ലിവർ സ്റ്റേബിളായിട്ട്
നിൽക്കണം, വേരി ചെയ്യാതെ സ്റ്റേബിളായി നിൽക്കുകയും ചെയ്യണം. അങ്ങനത്തെ ആ സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മൾ ആ റണ്ണിങ്ങിൻ്റെ പവർ വെച്ചിട്ട് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ ഫ്രിക്ഷൻ്റെ സഹായത്തോടെ ആ സമയത്ത് വരുന്ന ആ പവർ കോൺസ്റ്റൻ്റ് ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ റണ്ണിങ് കോൺസ്റ്റൻ്റ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഫ്രിക്ഷൻ എടുക്കുന്നത്. അതിൽ തട്ടുമ്പോൾ വരുന്ന ഫ്രിക്ഷൻ എടുത്തിട്ട് ആ ഫ്രിക്ഷൻ്റെ വെച്ച് പവറിന് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ വണ്ടിയുടെ ടയർ മൂവ്മെൻറ്റ് അങ്ങനത്തെയൊക്കെ വെച്ചിട്ടാണ് സ്പോർട്സിൽ ഈ കാൽക്കുലേഷൻസ് നടക്കുന്നത്. ഓക്കെ, ഇതാണ് പ്രോണി ബ്രേക്ക്. അടുത്ത ബെൽറ്റ് ട്രാൻസ്മിഷൻ ഡൈനാമോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ചെറിയ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പുള്ളി ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ ഇതിൽ ABC എന്നൊക്കെ പറഞ്ഞ് 2, 3 ചിലത് 4 പുള്ളീസൊക്കെ യൂസ് ചെയ്യും. ഈ ഒരു പുള്ളിയുടെ അടുത്ത് തന്നെ വേറെ പുള്ളികൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് മറ്റൊന്നിലേക്ക് മൗണ്ട് ചെയ്തിട്ട് ഒരു ഇത് കറങ്ങുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അതിന് കണക്റ്റഡ് ആയിട്ടുള്ള ബെൽറ്റ് വഴി അടുത്ത പുള്ളീസ് കറങ്ങും. അപ്പോൾ ഈ ലിവറിൽ കണക്ട് ചെയ്തിട്ടുള്ള ലിവറിൽ 2 വെയിറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. 2 എൻഡിലും 2 എന്താ പറയുക വെയിറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് അല്ല, ഡമ്മി ആയിട്ടുള്ള 2 വെയിറ്റുകൾ, അതായത് നമുക്ക് ലിവർ ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 വെയിറ്റ് ഉണ്ടാവും, അതല്ലാതെ നമ്മൾ കൊടുക്കുന്ന വെയിറ്റും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബെൽറ്റ് പാസിങ് ആ പുള്ളീസ് വഴി റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റൗണ്ട് ചെയ്യുന്ന സമയത്താണ് ആ വെയിറ്റ് ബാലൻസ് ആവുമ്പോഴാണ്, അല്ലെങ്കിൽ വെയിറ്റ് ബാലൻസ് ആവുന്ന സമയത്താണ് ഒരു പവർ അതുവഴി ട്രാൻസ്മിറ്റ് ചെയ്തിട്ട്, അതായത് ഇത് ഡൈനാമോമീറ്റർ ഏത് മെഷീനിലാണോ അല്ലെങ്കിൽ ഏത് എഞ്ചിനിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതുവഴി ഒരു പവർ പാസ് ചെയ്യും. ആ പവറിനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്തിട്ട് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. 2 ടൈപ്പ് ഓഫ് ഡൈനാമോമീറ്ററാണ് നമ്മൾ പഠിക്കുന്നത്, അബ്സോർപ്ഷൻ ടൈപ്പും ട്രാൻസ്മിഷൻ ടൈപ്പും. അബ്സോർപ്ഷൻ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ വരുമ്പോൾ വരുന്ന പവറിനെ ബേസ് ചെയ്തിട്ട് അതിനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ട്രാൻസ്മിഷൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ അത് ഏതിനാണോ സ്യൂട്ടബിൾ പവർ പാസ് ചെയ്യാൻ എബിലിറ്റിയുള്ള ആ മെഷീനിൽ ഈ ഡൈനാമോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വരുന്ന പവറിനെ ഈ ഡൈനാമോമീറ്റർ വഴി പാസ് ചെയ്യുമ്പോൾ ആ ഫ്രിക്ഷൻ ത്രൂ അതിനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ആ ഡൈനാമോമീറ്ററിനകത്തല്ല പ്രോസസ്സ് നടക്കുന്നത്. ഈ ഡൈനാമോമീറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന ആ ഫ്രിക്ഷൻ വരുന്ന സമയത്ത് ഈ എൻജിൻ വഴി പവർ പാസ് ചെയ്യും. ആ പവറിനെയാണ് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഡൈനാമോമീറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ഡൈനാമോമീറ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ.